നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ STR സ്കൂൾ ഓഫ് വിസ്റ്റം. ഞാൻ മായമ്മയെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൽ ശ്രീനാരായണ ഗുരു മായമ്മയെ കാണുന്നതായിട്ട് ബയോഗ്രഫികളിൽ കണ്ടിരുന്നു. അപ്പം ഞാൻ ആ സമാധിയുടെ അവിടെ നിന്ന് ഒന്ന് വിവരം അന്വേഷിക്കാനായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് അയച്ചു തന്ന ഒരു ബുക്കിലെ ഡീറ്റെയിൽസാണ്. അത്ര ക്ലാരിറ്റിയോടുകൂടി വായിക്കാൻ വയ്യ. എന്നാലും അതിൽ പറയുന്നത് കേരളം സംഭാവന ചെയ്തിട്ടുള്ള പ്രേരണയായ തൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്ത് വെച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒട്ടാരകൻ്റെ മഹാത്മ്യത്തെപ്പറ്റി പറയാനുണ്ട്. ചട്ടമ്പി സ്വാമികൾ പല വിഷയങ്ങളിലും വിദ്വാനായിരുന്നതിന് പുറമെ തമിഴിലും സംസ്കൃതിയിലും പണ്ഡിതത്വം നേടിയിരുന്നു. വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വന്നപ്പോൾ ചട്ടമ്പി സ്വാമികളെ കണ്ട് തനിക്കുണ്ടായിരുന്ന ചില സംശയങ്ങൾ ചോദിച്ചു തീർത്തതായി പറയുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ പന്മന എന്ന സ്ഥലത്ത് ചട്ടമ്പി സ്വാമികളുടെ സമാധി ക്ഷേത്രത്തിൽ മഹാത്മാഗാന്ധി 3 ദിവസം തങ്ങിയിരുന്നുവെന്നും തന്നെ ചട്ടമ്പി സ്വാമികളുടെ തപശക്തിക്ക് തെളിവാണല്ലോ. ജ്ഞാനിയായ ചട്ടമ്പി സ്വാമികളും കോമ്പൈ സ്വാമികളും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. ചട്ടമ്പി സ്വാമികൾ കൂടെ വടശ്ശേരിയിൽ ചെന്ന് സ്വാമിയുമായി ഏകാന്തതയിൽ കഴിഞ്ഞുകൂടുകയും ആശയവിനിമയം ചെയ്യുകയും ചെയ്തിരുന്നുവെന്നറിയുന്നു. ശ്രീനാരായണ ഗുരു മഹാനായ കോമ്പൈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് വീരഗർജനം ചെയ്ത് ആധ്യാത്മിക രംഗത്ത് അത്ഭുതകരമായ പരിവർത്തനം വരുത്തിയ ഒരു മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം സമര സന്മാർഗത്വത്തിലൂടെ കേരളത്തിലും തമിഴ്നാട്ടിലും ആധ്യാത്മിക സേവനവും സാമൂഹ്യ പരിഷ്കരണവും നടത്തി വിജയിച്ചു. ശ്രീനാരായണ ഗുരു നാഗർകോവിലിനടുത്തുള്ള കോട്ടാർ എന്ന സ്ഥലത്ത് ഒരിക്കൽ വന്നു തങ്ങി. അപ്പോൾ സുഹൃത്തുക്കളോടുകൂടി കോമ്പൈ സ്വാമികളെ ദർശിക്കാൻ വടശ്ശേരിയിൽ പോയി. അവധൂതനും കർമ്മയോഗിയും തമ്മിൽ കണ്ടു. ഒരാളുടെ കരം മറ്റൊരാൾ ഗ്രഹിച്ചു. രണ്ടുപേരുമായി അടുത്തുള്ള തെങ്ങിൻ തോപ്പിൽ പോയി വളരെ നേരം സംസാരിച്ചിരുന്നു. കൂടെ പോയ സുഹൃത്തുക്കൾ മാറി നിന്നു. ഇത് പേജ് നമ്പർ 4 അടുത്ത പേജ് നമ്പർ 35 ആദ്യത്തെ 34 അല്പസമയത്തിനുള്ളിൽ സ്വാമികൾ നാരായണഗുരു സ്വാമിയെ വിട്ട് എവിടെയോ പോയി മറഞ്ഞു. ഗുരുസ്വാമി സുഹൃത്തുക്കളുമായി ഒട്ടകയിൽ 2 ഇത് പേജ് എനിക്ക് വാട്സാപ്പിൽ അയച്ചുകൊണ്ട് വ്യക്തമായി വായിക്കാൻ വയ്യ. മഹായോഗികളും സംസാരിച്ചതിനെ തുടർന്ന് ആഗ്രഹിച്ച സുഹൃത്തുക്കളോട് ഗുരുസ്വാമി ഒരു ബ്രഹ്മജ്ഞാനി എനിക്കുണ്ടായിരുന്ന സംശയങ്ങൾ തീർത്തു എന്ന് സന്തോഷപൂർവ്വം മറുപടി നൽകി. കോമ്പയുടെ മഹത്വം അനിതര സാധാരണമായിരുന്നു. ചാലിയ വംശം ആചാര്യവും സാത്വിക കോമ്പൈ ഒരിക്കൽ ചാലിയ സമുദായക്കാരുടെ ആചാര്യൻ വടശ്ശേരിയിൽ വന്നു. അദ്ദേഹം സമുദായങ്ങൾ പല്ലക്കിലിരുത്തി താളമേളങ്ങളോട് ഘോഷയാത്രയായി നയിച്ചു കൊണ്ടുവന്നിരുന്നു. ഘോഷയാത്ര വടശ്ശേരി ജംഗ്ഷനിലെത്തി. അവിടെ വഴിയിൽ കോമ്പൈ സ്വാമികൾ ആചാര്യൻ കണ്ടു. അദ്ദേഹം പല്ലക്ക് നിർത്തി ഇറങ്ങി കോമ്പൈ സ്വാമിയുടെ അടുക്കൽ വന്നു വിനീതനായി നിന്നു. അദ്ദേഹം അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. സ്വാമികൾ പല്ലക്കിലിരുത്തി സ്വയം ഘോഷയാത്രയുടെ കൂടെ നടന്നു വന്നു. ഒരു വീട്ടിന് മുമ്പിൽ പാദപൂജയ്ക്കായി പല്ലക്ക് നിർത്തി. ഭക്തന്മാർ സ്വാമികൾക്ക് പാദപൂജ ചെയ്യാൻ ഒരുമ്പെട്ടു. പക്ഷെ സ്വാമികൾ എവിടേക്കോ ഓടി മറഞ്ഞു. ആചാര്യൻ സുഹൃത്തുക്കളോട് ഇത് ശിവസ്വരൂപം നാം ഇന്ന് ഭാഗ്യം ചെയ്തിരിക്കുന്നുവെന്ന് ആനന്ദബാഷ്പ
അവളനായി അരുളി ചെയ്തു. അമ്പാനതരും തപസി കോമ്പയും എൻ്റെ കർത്തവ്യം സേവനം മാത്രമാണെന്ന് തത്വലക്ഷ്യമായി രാപ്പകൽ തളരാതെ വിശ്രമം അറിയാതെ ആധ്യാത്മിക രംഗത്ത് സേവനം നടത്തി വന്നിരുന്ന ശ്രീ മധുരാനന്ദ സ്വാമിജിയെ അറിയാത്തവർ കാണുകയില്ല. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായ വെള്ളിമല വിവേകാനന്ദ മന്ദിരത്തിൻ്റെ പേജ് നമ്പർ 30 സഹോദരനും നാഗർകോവിൽ കഴിയുമ്പോഴെല്ലാം ഇത്തരം വഴികൾ മറക്കാതെ വരാറുണ്ട്. അവർ സ്വാമികളുടെ അനുഗ്രഹത്തിന് സുഖമായി കഴിയുന്നു. പരമ്പരയായി സേവനം അനുഷ്ഠിച്ചു വരുന്ന കോമ്പൈ ആചാര്യ കുടുംബത്തിൽ നീണാൾ വാഴട്ടെ. മായിയമ്മയും മഹാൻ കോമ്പയും. കോമ്പൻ സ്വാമിക്ക് മായി എന്നൊരു ശിഷ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയുന്നത്. കോമ്പൈ സ്വാമിയെപ്പോലെ തന്നെ ആ മഹതി ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടന്നിരുന്നു. അത്യന്തം ഭീകരമായ രൂപവും നഗ്നത മറയ്ക്കുവാൻ അപര്യാപ്തവും മലിനവുമായ പഴം തുണിയും ഉദരോപരി ശരീരത്തിൻ്റെ നഗ്നതയും നാക്കു വെളിയിൽ നീട്ടി കടിച്ചു പിടിച്ച് ഹും ഹും എന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദവും നിലം ചവിട്ടി താഴ്ത്തിയുള്ള നടത്തയും മായിയുടെ പ്രത്യേകതകളായിരുന്നു. കയ്യിലൊരു കരിങ്കിൽ കഷ്ണം കാണും. ജനനിബിഡമായ സുശീന്ദ്രത്തെ രഥവീതിയിൽ കൂടിയുള്ള സഞ്ചാരവേളയിൽ കൊച്ചുകുട്ടികൾ സംഘം ചേർന്ന് മായയെ ഭ്രാന്തി ഭ്രാന്തി എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടരാറുണ്ട്. അപ്പോൾ കയ്യിൽ വച്ചിരിക്കുന്ന കല്ലുകൊണ്ട് ഒരേറ് നടത്തും. പക്ഷെ ആ കല്ല് ചീറ്റിക്കൊണ്ട് കുട്ടികളുടെ അടുത്ത് വന്ന് വീഴുകയല്ലാതെ ആർക്കൊരു ഉപദ്രവവും ചെയ്തിട്ടില്ല. ആ വേഗികളായ കുട്ടികളെ അകറ്റാൻ പ്രയോഗിച്ചിരുന്ന ഒരടവ് മാത്രമായിരുന്നു അത്. ശരീരഘടനയും അംഗങ്ങളും പ്രസരിപ്പും നോക്കിയിൽ മായിക്ക് 30 വയസ്സിലധികം പ്രായം കാണുകയില്ലെന്ന് അന്നുള്ളവർ അനുമാനിച്ചിരുന്നു. അവർ തൻ്റെ ചാരിത്രശുദ്ധി നല്ലവണ്ണം കാത്തു സൂക്ഷിച്ചിരുന്നു. ആരും മാനഭംഗപ്പെടുത്തുവാൻ ഒരുമ്പെട്ടില്ല. സുശീന്ദ്രത്ത് നിന്ന് അകന്ന് സ്ഥിതി ചെയ്യുന്ന ശ്മശാനത്തായിരുന്നു ആസ്ഥാനം. മായി എന്ന പേര് മാതാപിതാക്കൾ നൽകിയതോ ഏതെങ്കിലും കാരണവശാൽ വന്ന് ചേർന്നതോ ആണ്. മായി എന്ന പേരിന് അമ്മ എന്നർത്ഥമുണ്ട്. മായാതീരം എന്നർത്ഥം കൽപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും അകന്ന് ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദേവിക്ക് എന്ന പേര് ഏറ്റവും അനർത്ഥമാണ്. മായി കൂടെ കൂടെ കോമ്പൈ സ്വാമികളെ കാണാറുണ്ട്. ശരി ജംഗ്ഷനിൽ വന്നിരുന്നു. കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഒഴിഞ്ഞ മൂലയിൽ ചെന്നിരുന്ന് വളരെ നേരം സംസാരിക്കും. ഇവർ തമ്മിൽ ഗുരുശിക്ഷ ബന്ധത്തെക്കാളും പിതൃപുത്രി ബന്ധമായിരുന്നു കൂടുതൽ നിലനിന്നിരുന്നത്. ഒരു പിതാവിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായ സ്നേഹവാത്സല്യങ്ങളാണ് മായിക്ക് കോമ്പൈ സ്വാമികളിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അതുപോലെ മായയും വളരെ വിനയത്തോടുകൂടി കോമ്പൈ സ്വാമികളോട് പെരുമാറിയിരുന്നു. കോമ്പൈ സ്വാമികളും മായയുമായുള്ള അത്ഭുത നൃത്തത്തെ അഴകിയ മണ്ഡപം ശ്രീ ടി.കെ. വേലായുധം പിള്ള മനോഹരമായ ഭാഷാശൈലികളിൽ കോമ്പൈ സ്വാമികൾ എന്ന് തൻ്റെ മലയാളം പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. 1916 ഒരു വേനൽക്കാല ദിവസം ഗ്രന്ഥകർത്താവിന് കന്യാകുമാരിയിൽ പോയി മടങ്ങി വന്നു. സൈക്കിളിലൂടെ മടക്കയാത്രയിൽ സുശീന്ദ്രത്തിന് കിഴക്കുവശം മേലാടി ജംഗ്ഷനിൽ വന്നപ്പോൾ രാത്രി മണി 2 ക്ഷീണം തോന്നുകയാൽ സൈക്കിൾ അടുത്തുള്ള ഒരു പാലത്തിൽ ചാരി വെച്ച് കൈവരിയിൽ കയറിയിരുന്നു വിശ്രമിച്ചു. റോഡും പരിസരവും നിലാവിൽ കുളിച്ചു മുങ്ങിയിരുന്നു. ആ സമയത്ത് അവ്യക്തമായൊരു ശബ്ദം കേട്ടു. ക്ഷീണത്തിന് സ്വല്പം ആശ്വാസം തോന്നുകയാൽ സൈക്കിൾ മുമ്പോട്ട് നീക്കിയപ്പോൾ ശബ്ദം പടിഞ്ഞാറ് നിന്നാണ് വരുന്നതെന്ന് മനസ്സിലായി. സുശീന്ദ്രത്തിന് കൂടി
പ്രവഹിക്കുന്ന പഴയാർ മഹേന്ദ്രഗിരിയിൽ ഉത്ഭവിച്ച് മണക്കുടിക്കോവിലിൽ പതിക്കുന്നു. സുശീന്ദ്രത്തിലെത്തുമ്പോൾ പഴയാറിന് നല്ല വീതിയുണ്ട്. എന്നാൽ വേനൽക്കാലത്ത് വെള്ളം കുറഞ്ഞു പോകുമ്പോൾ നദീമധ്യത്തെ അവിടെ ഇവിടെയായി മണൽത്തിട്ടകൾ രൂപം കൊള്ളാറുണ്ട്. ശ്രീ വേലായുധൻ പിള്ള ആറ്റിൻ്റെ കിഴക്ക് കരയിലെത്തിയ ശേഷം സൈക്കിളിനെ ഒരു പേരാൽ വൃക്ഷത്തിൽ ചാരി നിർത്തിയിട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടതൊരു അത്ഭുത ദൃശ്യമായിരുന്നു. മണൽത്തിട്ടകളിൽ ഒന്നിൽ മധ്യഭാഗത്ത് കോമ്പൈ സ്വാമിയും മായയും കൂടിച്ചേർന്ന് ആനന്ദ നൃത്തം ചെയ്യുകയായിരുന്നു. അനേകം നൃത്ത പരിപാടികളിലും സംഗീത കച്ചേരികളിലും ആസ്വദിച്ചുള്ള ശ്രീ വേലായുധൻ പിള്ള ഈ ദൃശ്യം രോമാഞ്ചത്തോട് നോക്കി നിന്നുപോയി. മണൽത്തിട്ട രംഗമണ്ഡപം നവോത്മണ്ഡപം മേൽക്കെട്ടി ചന്ദ്രനും നക്ഷത്രങ്ങളും രംഗമണ്ഡപത്തിന് പ്രകാശം ചൊരിഞ്ഞു. നദിയുടെ ഇരു കരങ്ങളിലുള്ള വൃക്ഷലതാദികളെ അല്ലാതെ മറ്റാരും പ്രേക്ഷകനായില്ല. സമുദ്രത്തിൽ നിന്നുയരുന്ന മദ്ദള ധ്വനി നൃത്തരംഗത്തെ സജീവമാക്കി. വൃക്ഷങ്ങൾ ഇളം കാറ്റിൽ പെട്ടുലഞ്ഞുണ്ടാകുന്ന മർമ്മര ശബ്ദം, വീണാതരങ്ങളിൽ നിന്നുടർന്നു വീണ മഞ്ജുനാദത്തെ അതിലംഘിച്ചു വിസ്തൃതമായി പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളിൽ ശാലീവൃന്ദങ്ങൾ പഴുത്ത കതിർക്കുലകളുമേന്തി ഭാരം കൊണ്ട് പരസ്പരം ഉരുമിയുണ്ടാക്കുന്ന സംഘടനധ്വനി ഇലത്താവളത്തെ കുറവ് തീർത്തു. മരുത്വാമലയിലെ ഔഷധാംശം പേറി വന്ന മന്ദമാരുതൻ അഭിനേതാക്കളുടെ ആയാസം മാറ്റി അവരുടെ കണ്ഠങ്ങളിൽ നിന്ന് കാളിയ മർദ്ദനം, ദീനയാലോ, രാവണാന്തക, ഗോവിന്ദ, ഗോപാല എന്നാദികളുടെ നാമങ്ങളല്ലാതെ മറ്റൊന്നും വ്യക്തമായിരുന്നില്ല. വിഖ്യാതമായ സുശീന്ദ്രം സ്ഥാണുമൂർത്തി ക്ഷേത്രത്തിന് മുമ്പുള്ള നദിയുടെ മണൽത്തിട്ടയിൽ പൗർണമി തോറും നടക്കുന്ന ഈ നൃത്തത്തിൻ്റെ രഹസ്യധാരണക്കാർക്ക് അറിവില്ലായിരുന്നു. അത് കന്യാകുമാരിയിലേക്ക് പോകുന്ന ഗോസായി സംഘം ആലപിക്കുന്ന ഗാനമാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. മഹാരാജാവ് നാട് നീങ്ങിയ വിവരം അറിയിച്ചത് 1924 ജൂലൈ മാസം തിരുവനന്തപുരം ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുമനസ് നാട് നീങ്ങിയ ആ വിവരം മറ്റാരെങ്കിലും അറിയുന്നതിന് മുമ്പ് തന്നെ 80 കിലോമീറ്റർ അകലെ നിന്ന് സ്വാമികൾ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളോട് മൂലം പോയി എന്ന് പറഞ്ഞ് അറിയിച്ചു അത്രേ. തെങ്കാശിക്കാരൻ രോഗം മാറ്റിയത്. തെങ്കാശിയിലുള്ള ഒരു സന്യാസി വളരെ കാലമായി അസഹ്യമായ ഗുൺവേദന കൊണ്ട് വിഷമിച്ചിരുന്നു. വിദഗ്ധ ഡോക്ടർമാരെ കൊണ്ടെല്ലാം ചികിത്സകൾ ചെയ്തിട്ടും രോഗം മാറിയില്ല. സ്വാമികളുടെ മഹാത്മ്യം കേട്ടറിഞ്ഞ് ആ സന്യാസിയുടെ ഇത്മൊഴിയിൽ വന്ന് തന്നെ പീഡിപ്പിക്കുന്ന രോഗം മാറ്റിത്തരണമെന്ന് അപേക്ഷിച്ചു. കുറേ കാലം സ്വാമികളുടെ കൂടെ ഇരുന്ന് സ്വാമികൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്ത് രോഗം ഭേദമായില്ല. ഇനിയും താമസിച്ചിട്ട് പ്രയോജനമില്ലെന്ന് കരുതിയ സന്യാസി തിരികെ പോകാൻ അനുമതി ചോദിച്ചു. സന്യാസിയുടെ രോഗം മാറാനുള്ള കാലം അടുത്തതിനാൽ സ്വാമികൾ തൃക്കരങ്ങളിൽ അല്പം മണലെടുത്ത് സന്യാസിയുടെ വയറ്റിനുമേൽ തടവി. മരണവേദനയിൽ പുളഞ്ഞുകൊണ്ടിരുന്ന സന്യാസിയുടെ ഉന്മരോഗം മായ പോലെ മറഞ്ഞു പോയി. സന്യാസിക്കുണ്ടായ ആനന്ദത്തിലായിരുന്നു. സ്വാമികൾ സമാധി അടയുന്നതുവരെ അടുക്കൽ തന്നെ താമസിച്ചു. സമാധി പ്രാപിച്ചതിന് ശേഷവും സമാധി ഘട്ടത്തിലിരുന്ന് കുറേ നാൾ ഭജിച്ചതിന് ശേഷം തെങ്കാശിക്ക് തിരിച്ചുപോയി. പരമാത്മ കോമ്പയും പരമഭട്ടാകരും പരമ്പരാഗത സംസ്കാരവും ഭക്തിയും നിറഞ്ഞ് നമ്മുടെ സന്താനധർമ്മത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഭാരതത്തിൻ്റെ പേരും പെരുമയും നേടിക്കൊടുത്ത മഹത്തായ ബംഗാളിലെ വേദസംസം ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ
ആ വിവേകാനന്ദ സ്വാമികൾ തന്നെ ചട്ടമ്പി സ്വാമികൾ 33-ാമത്തെ പേജിലെയാണ് ഈ വായിച്ചത്. 33 പേജ്. ഇത് ഒരു പുസ്തകത്തിലെ പേജുകൾ എനിക്ക് അയച്ചു തന്നാണ്. പുസ്തകത്തിൻ്റെ പേരും ഗ്രന്ഥകർത്താവും ഇതിനകത്ത് അയച്ചു തന്നിട്ടില്ല. ഇതിനുണ്ടായ വിഷയം ഇതാണ്. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രത്തിൽ മായമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിൽ ഇത് അന്വേഷിച്ചിട്ട് ആർക്കും വ്യക്തമായി ഒന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ സമാധി അന്വേഷിച്ച് കണ്ടെത്തി. അപ്പോൾ അവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്. സമാധി വരെ പോകാൻ ഇതുവരെ സാധിച്ചില്ല. പുസ്തകത്തിൻ്റെ മൊത്തം രൂപവും കിട്ടിയില്ല. കിട്ടിയ ഭാഗം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു നിർത്തിയെന്നാണ്. താങ്ക് യു.